അപ്പോൾ ഇന്ന് ജൂലൈ 1 നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ, അതിൻ്റെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സ്ഥലം, ഇതിൽ SBI ഇതൊരു ബാങ്ക് മതി, ബാങ്ക് പേര് പറഞ്ഞില്ല ബാങ്ക്. അപ്പോൾ അതിൻ്റെ അതും സംസാരിക്കാം. അപ്പോൾ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി സ്വിറ്റ്സർലൻഡ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ത്രൂ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ അദാനിയുടെ എൻ്റർപ്രൈസസ്. ഈ അദാനി ഗ്രൂപ്പിനെതിരെ ഇവിടെ വന്നിട്ടുള്ള കേസുകൾ എങ്ങനെയാണെന്ന് കിടക്കണമെന്നുള്ളത് ഈ BJPക്ക് മനസ്സിലാവണില്ല. ഒരു തമാശകളിയല്ല അത്. അപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. അവരതിൻ്റെ നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ വേറെ തലങ്ങളിലൂടെ കളിക്കുന്നത് നമ്മുടെ രാജ്യത്തേക്ക് ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകൾ വഴിയാണ്. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ വരച്ച് കാണിക്കില്ലേ. അപ്പോൾ ഇതേപോലെ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണമില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇവരില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു വലിയ വർഗം ഉയർന്നു വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഫിനാൻഷ്യൽ സെക്ടറുകളിലെ എല്ലാ ഭാഗത്തുമുണ്ട്. അവർ ഈ സിനിമ, സീരിയൽ പറഞ്ഞ അതിനൊരു ഗ്രൂപ്പുകളൊക്കെ ആയിട്ടും എല്ലാ ലോകത്തും TVയും ചാനലുകളൊക്കെ ആയിട്ടും അവിടെയായിട്ട് ഒരു പ്രസരണം സംഭവിച്ചു കഴിഞ്ഞു. അവരെ പീഡിപ്പിക്കാൻ പറ്റില്ല. അവരുടെ ജീവിതമായി ഞാൻ പറഞ്ഞില്ല, സിംലയിലെ ഈ മാംസാവന്മാരുടെ ഒരു സംസ്കാരമായിട്ട് മാറിയൊരു ലോകം. അതിൽ തിരുവനന്തപുരത്തെ ദൂരദർശൻ അങ്ങനത്തെ ടീമുകളൊക്കെ ആയിണ്ടാവാം. പിന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ തുറമുഖ പട്ടണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. എന്താണ് തുറമുഖ നഗരാക്കാന്ന് പറഞ്ഞാൽ? തുറമുഖ നഗരാക്കാന്ന് പറഞ്ഞാൽ ഈ കടൽ വിഭവത്തിന്റെ ഇവര് തീരത്തൊഴിലാളി തൊട്ട് ഇങ്ങോട്ട് രാജ്യം ഉണരണം, ആ കാറ്റ് ഇങ്ങോട്ട് പോകണം, എന്നാലാണ് തുറമുഖ നഗരാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് ഞാൻ ഇതിനെ പറയണേ എങ്ങനെയാന്ന്, കപ്പൽ വഴി കയറി പോണ പരിപാടിയല്ലേ. അപ്പൊ കൂക്കി സ്മൈലൊക്കെ നന്നായിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ ചേട്ടൻ സാറിങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി അല്ല, ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ, എന്താ പറയുക, രാഷ്ട്രീയം ചർച്ച ചെയ്യണ നിരീക്ഷകരുണ്ട്, അവർക്കൊക്കെ ചാനലുകളൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ എനിക്കൊരു പേടിയുന്നേ, അതാണ് ഒരു പേടി. ജനം എന്ന നിലയ്ക്ക് ഞാൻ പറയുമ്പോൾ, കാരണം ഞാൻ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ കാര്യം കഴിഞ്ഞു. പിന്നുള്ളത് തമിഴ്നാട്.